ജഗദംബികായേ നമഃ, മഹാദേവ്യേ നമഃ, സരസ്വത്യേ നമഃ, ദുർഗാപരമേശ്വര്यै നമഃ. സുപ്രഭാതം, ശുഭദിനം. കാളിന്ദീ തീരദേശേ പലവിധ കളിയാൽ കൂട്ടുകാരൊത്തുചേർന്നിട്ടാമോദത്താൽ വിളങ്ങും ഗുരുഭവനപുരാധീശനെ ആരു കണ്ടു? ഡംഭാൽ കാളിയനായ ദുഷ്ടനഖിലം താനെന്നു ഭാവിക്കിലും താനോ ജീവനൊരസ്ഥിരത്വമതിനാൽ നിസ്സാരമാണൊക്കെയും. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം. എല്ലാ ധന്യാത്മാക്കൾക്കും നമസ്കാരം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ഷഷ്ഠസ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായമാണ് ഇന്നലെ നമ്മൾ അവലോകനം ചെയ്ത് ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചത്. ദേവിയെ പ്രാർത്ഥിച്ച് തപസ് ചെയ്ത ദേവന്മാർക്ക് ദേവി ദർശനം കൊടുത്തു. അവരുടെ ആഗ്രഹം നടത്തിത്തരാം എന്ന് അവർക്ക് വരദാനവും കൊടുത്ത് ദേവി അന്തർധാനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് 5-ാമത്തെ അധ്യായം അവിടെ അവസാനിച്ചത്. ഇന്നു മുതൽ നമുക്ക് അടുത്ത ഷഷ്ഠോധ്യായ 6-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. അധ്യായത്തിലെ വിഷയം വൃത്രാസുരവധം എന്നതാണ്. വ്യാസൻ തുടർന്നു കൊണ്ടുപോവുകയാണ്. ഏവം പ്രാപ്തവരാ ദേവാ ഋഷയശ്ച തപോധനാ ജഗ്മുസ്സർവേ ച സമ്മന്ത്ര്യ വൃത്രസ്യാശ്രമമുത്തമം ദദൃശുസ്തത്രതം വൃത്രം ജ്വലന്തം ഇവ തേജസ. ഇങ്ങനെ ദേവിയുടെ വരം ലഭിച്ച ദേവന്മാരും തപോധനന്മാരായിട്ടുള്ള മഹാഋഷിമാരും എല്ലാവരും കൂടിയാലോചിച്ചിട്ട് വൃത്രൻ താമസിച്ച അവൻ്റെ സ്ഥലത്തിലേക്ക്, ഗൃഹത്തിലേക്ക് പോയി. തേജസ് കൊണ്ട് ജ്വലിക്കുന്ന ആ വൃത്രനെ അവിടെ കണ്ടു. ത്രിഭുവനത്തെയും ആക്രമിക്കുവാനെന്ന വണ്ണം, ദേവന്മാരെയാകെ വിഴുങ്ങുവാനെന്ന വണ്ണം ഇരിക്കുന്നതായിട്ടുള്ള അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഋഷിമാരെ മധുരമായിട്ട് പറഞ്ഞു, ദേവകാര്യം സാധിക്കുന്നതിന് വേണ്ടി സാമോപായത്തോടെ രസകരമായിട്ടാണ് ഋഷികൾ അവനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എന്താ ഋഷികൾ പറഞ്ഞത്? വൃത്ര മഹാഭാഗ സർവലോകഭയങ്കര വ്യാപ്തം ത്വയൈതത്സകലം ബ്രഹ്മാണ്ഡം അഖിലം കില ശക്രേണ തവ വൈരം യൽ തത്തു സൗഖ്യവിഘാതകം. ഹേ മഹാഭാഗനായ വൃത്ര, ഹേ വൃത്ര, സർവലോകങ്ങളെയും വിറപ്പിക്കുന്നവനെ, നീ ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനാണല്ലോ. നിനക്ക് ഇന്ദ്രനോടും വൈരമുണ്ടല്ലോ. ആ വൈരം, ഇന്ദ്രനോടുള്ള ആ വിരോധം നിന്റെ സുഖങ്ങളെ കെടുത്തുന്നതാണ്. നിങ്ങൾ രണ്ടുപേർക്കും അത് ദുഃഖമുണ്ടാക്കും, ചിന്ത വളർത്തിക്കൊണ്ടുവരും. രണ്ടുപേർക്കും ആ ചിന്ത കാരണം കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിന്റെ അവസ്ഥ ഇപ്പോൾ ആ ദേവേന്ദ്രനെ കുറിച്ച് ചിന്തിച്ച് അവനെ എങ്ങനെ നശിപ്പിക്കാം, വകവരുത്താമെന്നാണെങ്കിൽ ഇത് തന്നെയാണ് അവിടെയുള്ള ഇന്ദ്രൻ്റെയും ചിന്ത. അപ്പം രണ്ടുപേരും തുല്യ ചിന്തിതരാണ്, തുല്യ ദുഃഖമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത്. ശത്രുക്കളായതുകൊണ്ട് ഇരുവരും പരസ്പരം ഭയപ്പെട്ട് ചിന്തിച്ചുകൊണ്ട് സദാ സർവസമയവും അവനെ എങ്ങനെ തോൽപ്പിക്കാം, അവനെ എങ്ങനെ വധിക്കാം എന്നുള്ള ഈ ചിന്ത മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്നത്. ഈ ചിന്ത വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങൾ മാത്രമല്ല, പരസ്പരം നിങ്ങൾ യുദ്ധം ചെയ്തിട്ടും കുറച്ചു കാലം കഴിഞ്ഞു. ദേവന്മാരും അസുരന്മാരും മനുഷ്യരും എല്ലാം ഇപ്പോൾ പീഡിതരാണ്. ഈ സംസാരത്തിൽ സുഖമാണ് ഉണ്ടാവേണ്ടത്, ദുഃഖം ഉണ്ടാവരുത്. അതാണ്
അവശ്യം വിരോധഭാവം, ശത്രുഭാവം വെച്ചുകൊണ്ടിരിക്കുന്നവന് ഒരിക്കലും ജീവിതത്തിൽ എന്തൊക്കെയുണ്ടെങ്കിലും സുഖമുണ്ടാവുന്നില്ല. ശൂരന്മാരെയൊക്കെ പ്രകീർത്തിക്കുന്നത് യുദ്ധത്തിന് താല്പര്യമുള്ളവരാണ്. അല്ലാതെ കണ്ട ഇതെല്ലാം അറിഞ്ഞ പണ്ഡിതന്മാരൊരിക്കലും ശൂരന്മാരെ യുദ്ധത്തിനായിട്ട് തള്ളിവിടാറില്ല. കാരണം എന്തൊക്കെ തന്നെയാണെങ്കിലും യുദ്ധം, അതിൻ്റെ പരിണാമം, അതൊക്കെ ദുഃഖം തന്നെയാണ്. തുടങ്ങുന്നതിന് മുമ്പ്, തുടങ്ങുന്ന സമയത്തും കഴിഞ്ഞാലും ആ ദുഃഖം തന്നെയാണ് യുദ്ധം ഓരോരുത്തർക്കും തരുന്നത്. മഹാത്മാക്കളെ ഇന്ദ്രിയങ്ങളെയും ഭോഗവിഷയങ്ങളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള യുദ്ധത്തിന് ഒരിക്കലും പ്രചോദനം കൊടുക്കാറില്ല. യുദ്ധത്തിൽ വിജയം ആർക്ക് കിട്ടും, ആര് ജയിക്കും, ആര് തോൽക്കും എന്നുള്ളതും അറിയാത്ത ഒരു സംഭവമാണ്. പക്ഷേ അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടുള്ള മുറിവുകൾ, പീഡകൾ, അതുകൊണ്ടുള്ള ദുഃഖങ്ങൾ, വേദനകൾ, ഇത് നിശ്ചയമായിട്ടും രണ്ടു ഭാഗത്തുമുള്ളവർക്കുണ്ടാകുന്നതാണ്. ഈ വിശ്വം തന്നെ ദൈവത്തിന് അധീനമായിട്ട് ദൈവത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ ആ ദൈവത്തെ ആശ്രയിച്ചാണ് ജയവും പരാജയവും എല്ലാം തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവാധീനമാണ് അത് എന്ന് മനസ്സിലാക്കി ഒരിക്കലും ബുദ്ധിയുള്ളവരെ യുദ്ധം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യരുത്. യഥാസമയം ഭക്ഷണം കഴിക്കുക, കുളിക്കുക, സുഖമായിട്ട് ഉറങ്ങുക, വിശ്രമിക്കുക, ഭാര്യയുണ്ടായിരിക്കുക, സംസാര ജീവിതത്തിൽ സുഖഭോഗങ്ങൾ അനുഭവിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതിനെല്ലാം വിഘ്നം നിൽക്കുന്ന ഒന്നാണ് ഈ യുദ്ധം എന്നുള്ളത്. ഈ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് ആർക്ക് എന്ത് സുഖമാണ് ലഭിക്കാൻ പോകുന്നത്? ലോകത്തിൽ ഭയങ്കരമായിട്ടുള്ള യുദ്ധം ചെയ്ത് ശരമാരികളൊക്കെ ചുരിഞ്ഞ് ഭയാനകമായിട്ടുള്ള യുദ്ധത്തിൽ വാളുകൊണ്ടും കുന്തം കൊണ്ടും മറ്റുള്ള ആയുധങ്ങളും കൊണ്ടും ശത്രുക്കൾക്ക് ദുഃഖം നൽകുന്നതായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? ആ യുദ്ധം ചെയ്ത് മരിച്ചാൽ തന്നെ സ്വർഗം ലഭിക്കുമെന്നുള്ളത് പ്രലോഭിപ്പിക്കുന്ന ഒരു പ്രേരണ നൽകുന്ന അർത്ഥമില്ലാത്ത ഒരു വാക്കാണ് എന്നുള്ളത് മനസ്സിലാക്കണം. കുറുക്കനും കാക്കയും മറ്റ് വിഡ്ബുക്കുകളും കൊത്തിക്കീറി വേദന അനുഭവിച്ചുകൊണ്ട് നരകിച്ച് ആ ശരീരം യുദ്ധക്കളത്തിൽ അങ്ങനെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വർഗം കിട്ടുമെന്നുള്ളത് മൂഢബുദ്ധിയാണ്. മരിച്ചാൽ അത് കിട്ടുമോ കിട്ടില്ലയോ എന്ന് കണ്ടറിഞ്ഞവരായിട്ട് ആരും തന്നെ ലോകത്തിലില്ല. അറിയാത്ത ഒന്നാണത്. അപ്പോൾ യുദ്ധത്തിൽ മരിച്ചാലും സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നതും പണ്ഡിതന്മാര്, മഹാത്മാക്കള് അതിനെയും പിന്തുണയ്ക്കുന്നില്ല. അതുകൊണ്ട് എപ്രകാരത്തിൽ നോക്കിയാലും ഈ യുദ്ധം എന്നുള്ളത് മനസ്സമാധാനം തരാത്ത, ദുഃഖം മാത്രം തരുന്നതായിട്ടുള്ള ഒന്നാണ്. അതിൽ ജയമുണ്ടായാലും പരാജയമുണ്ടായാലും അതിൻ്റെ വേദനകളും കഷ്ടങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങളെ പറയാനാണ്. നിത്യ സൗഖ്യം നേടാനായിക്കൊണ്ട് നീയും ഇന്ദ്രനും തമ്മിൽ സഖ്യം ചെയ്യണം എന്നാണ് ഇവിടെ വളരെ മൃദുവായിക്കൊണ്ട് വൃത്രൻ വിശ്വസിക്കുന്ന മാതിരി കൊണ്ട് കുറച്ചൊക്കെ തത്വങ്ങളെ പറഞ്ഞുകൊണ്ട് ഋഷികൾ ഈ
വൃത്തനോട് ആ കാര്യം അവതരിപ്പിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളെ സമയം കഴിഞ്ഞ കാരണം കൊണ്ട് നാളെ മുതൽ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഹരയേ നമഃ മഹാദേവ്യേ.